ഇന്ന് ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങൾ കൂടെ വരും കേട്ടോ. നമ്മളിവിടെ ഫാൾസിലുള്ള എംബസി സ്യൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ടാനിയും നമ്മളെ വ്ളോഗിന് വെൽക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനൊരു ഹൈ തന്നിട്ടുണ്ട്. നമ്മളിനിപ്പോൾ നേരെ പോവാണ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ട്. അതായത് ഇതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇവരൊക്കെ നാട്ടിലാണ് കേട്ടോ. ഇപ്പോൾ അവർ നാട്ടിൽ പോകുന്ന മുന്നേ നമ്മളെ ബേബി വരുന്ന മുന്നേയും കൂടി എടുത്തൊരു വീഡിയോ ആണ് ഇത്. ബേബി വരാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണെന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പ്ലാൻ ചെയ്യാത്തൊരു വരവാണ് കേട്ടോ. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും അവൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ വരുമ്പോൾ അധികം 1-2 ദിവസം അവൾ വരാറ് നിന്നിട്ട് നേരെ കിങ്സ്റ്റണിലോട്ട് പോവാറാണ്. അപ്പോൾ നമുക്ക് കുറേ ദിവസമൊന്നും ഇവിടെ അവൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി കൂടിയപ്പോൾ ഞങ്ങളിതാ നേരെ ഇറങ്ങിയതാണ്. അങ്ങനെ നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് വൗച്ചറും അതുപോലെ കീയും തന്നിട്ടുണ്ട്. നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. ഇത് നമ്മളെ ഫോൾസ് വ്യൂ റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് എന്താണ്? നമ്മൾ വാട്ടർഫോൾസ് ആണ്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പല സ്ഥലത്തുനിന്നും ടൂറിസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഫോൾസ് വ്യൂ റൂം ഹോട്ടലിൽ താമസിക്കാൻ തന്നെ വരുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു വ്യൂ നമുക്ക് വേറെ എവിടെ നിന്ന് കാണാൻ പറ്റും? ഒഴുകുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ മാത്രമല്ല, ഈവൻ നൈറ്റിലാണെങ്കിൽ പോലും അവർ ഇതിൻ്റെ സൈഡിൽ ഫുൾ ലൈറ്റ് കൊടുത്തിട്ട് അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. ലൈറ്റ് ഓൺ ആയോ? ഓ, ഇപ്പോഴാണ് ഓൺ ആയതല്ലേ? ലൈറ്റ് ഇപ്പോഴാണ് ഓൺ ആയത്. ഞാൻ എന്താ തിന്നുന്നത്? ബ്ലൂബെറിയോ? ബ്ലൂബെറിയും ബ്ലാക്ക്ബെറി ഇഷ്ടം. ഞാനിക്ക് ഓറഞ്ച് വേണോ? വേണ്ട. നമ്മൾ ഈവനിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകിൽ പുറത്തിറങ്ങാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കവിടെ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിതാ നമ്മൾ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാം. അതുമാത്രമല്ല, ഇതിന് മുകളിൽ ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ വാഷ്റൂം എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. നീറ്റാണെന്ന് പറഞ്ഞാൽ പക്ക നീറ്റാണ്, ഒന്നും പറയാനില്ലേ. വെള്ളം ഒഴുകുന്നത് ഇത് കണ്ടിട്ട് ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ ടീയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി കുടിച്ചിട്ടോ. അപ്പോൾ ആ ഒരു ടൈം ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഒരു ഭയങ്കര എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ വ്യൂ. അങ്ങോട്ട് നോക്കില്ലേ? ആപ്പിൾ തിന്നോ? ഓക്കെ, ഇഷ്ടായി? ഓക്കെ. എന്താ അതെന്താണ് ആ കാണുന്നത് ടാനി? അതെന്താ? വെള്ളം, വാട്ടർഫോൾ പറഞ്ഞ? വാട്ടർഫോൾ പറഞ്ഞ എങ്ങനെ? വാട്ടർഫോളാണോ? വാട്ടർഫോളാ? ഈ കാണുന്നതും ഈ ഹോട്ടലാണ് കേട്ടോ. ടവർ ഹോട്ടലാണ്. ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കുറേ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫാൾസ് വ്യൂ ആയിട്ട് ഒരുപാട് ഹോട്ടൽ ഇതിന് ഈ ഫാൾസിന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ആ ഒരു വ്യൂ കണ്ടിട്ട് കുറേ നേരം ഇരുന്നു. അപ്പോൾ ടാനിനെയും കൊണ്ട് ഞങ്ങളിതാ ഇവിടെ ഒരു ഗെയിമിംഗ് സെൻറ്റർ പോലെ ഇവർക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് വന്നതാണ്. നമ്മൾ ഗെയിമിംഗ് സെൻറ്റർ നമുക്കിവിടെ പുറത്തുണ്ട് കേട്ടോ. ഇവിടെ ക്ലിഫ്റ്റണിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. ഞാൻ 2 ദിവസം മുന്നേ പോലും അവിടെ വന്നതാണ് കേട്ടോ. ടാനിക്ക് അത്ര ഇഷ്ടമാണ് ഗെയിമിംഗ് സെൻറ്റർ പോകുന്നത്. അപ്പം നമ്മളിതാ 2 കോയിൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഗെയിംസ് കളിച്ചു നോക്കാം. ഇതിൽ ഒട്ടുമിക്കതും വർക്കിംഗ് അല്ല കേട്ടോ. 2-3 ഐറ്റംസ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ടാനിക്ക് ഇങ്ങനത്തെ ഗെയിമിംഗ് സെൻറ്ററിലൊക്കെ പോയിട്ട് ഭയങ്കര അറിയാം. അവന് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ അറിയാം. കളിക്കാനൊന്നും അവനായില്ലല്ലോ. പക്ഷെ അവന് എല്ലാത്തിലും ഓടി നടന്നിട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഒരേ ഒരു വാക്ക് എന്താണെന്നറിയാം, ഗെയിമിംഗ് സെൻറ്ററിൽ പോകണം, അതായിരിക്കും.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കാര്യമായിട്ട് അതിൽ കളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നമ്മളിനി പൂളിലോട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ നീന്താനും വേണ്ടിയിട്ടാണ് അവന് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അവൻ വെള്ളം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആൾ പിന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങില്ല. ഞങ്ങൾ ലാസ്റ്റ് സമ്മർ ട്രിപ്പ് പോയത് ഇതുപോലെ അരുവിയൊക്കെയുള്ളൊരു സ്ഥലത്തായിരുന്നു. അവിടെ വെള്ളത്തിൽ ഫുള്ള് കളിയായിരുന്നു. അതുപോലെ നമ്മളിവിടെ വാട്ടർ സ്പ്ലാഷും അവിടെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവന്. നമ്മളിവിടെ വാട്ടർ പാർക്കിലൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അവനെ സ്വിമ്മിങ് പഠിപ്പിക്കണം, കുറച്ചും കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ. അവന് വെള്ളത്തിനോട് ഒരു പേടിയും ഇല്ല. അപ്പോൾ ഇതാ ചാടിയാണ്ടൊക്കെയാണ് കേട്ടോ അവൻ നീന്തുന്നത്. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനും ഇനിയും ഇറങ്ങിയിട്ടില്ല. ഇവരാണ് മെയിനായിട്ട് സ്വിമ്മിംഗ് പൂൾ എക്സ്പ്ലോർ ചെയ്തത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കി വേറൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടാനി അവിടുത്തെ കുളിയൊന്നും പോരാഞ്ഞിട്ട് ഇവിടുത്തെ ജാക്കൂസിൽ അവന് കയറി ഇരുന്നിട്ട് കേട്ടോ. അവളെ പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. സാല് നന്നായിട്ട് അവനെ പതപ്പിക്കുന്നുണ്ട്. അവന് ഇന്ന് ഫുള്ള് നീരാടലാണ്. ഇന്ന് എന്താ ഇവന് പറ്റിയത് എനിക്കും അറിയാം. അതൊക്കെ കഴിഞ്ഞപ്പോണ്ടല്ല ഒടുക്കത്തെ വിശപ്പായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മൾ സെമിയുടെ സ്റ്റോറിൽ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഹെൽത്തി എന്നുള്ള ഓപ്ഷനിൽ അവരെ ഹെൽത്തി പിസ്സയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഇതൊന്ന് കണ്ടപ്പോൾ എൻ്റെ ക്രേവിങ് കാരണം എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിന് എല്ലാം കുറേശ്ശെ എടുത്ത് കഴിച്ചു കേട്ടോ. ചിക്കൻ ലോലിപ്പോപ്പും പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും ഇതുപോലെ നൂഡിലുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ ഇത്. അപ്പോൾ നോക്കിയേ ഇവിടുത്തെ അടിപൊളി വ്യൂ എന്ന് ഞാൻ പറഞ്ഞില്ല രാത്രിയിലെ, അതാണ് കേട്ടോ ഇത്. ഈ വാട്ടർഫാൾസിൻ്റെ സൈഡിൽ അവർ ഇതുപോലെ ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒഴുകുന്നത് കറക്റ്റ് പല കളേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ടാനിക്കൊരു 2 മാസം ഉള്ളപ്പോഴാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലെ ഫാൾസ് വ്യൂ ഹോട്ടലിൽ താമസിക്കുന്നത് തന്നെ. അന്ന് ഞങ്ങൾ തോന്നുന്നു മാരിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടാനിക്ക് ഇന്ന് ഉറക്കണ്ടായിട്ടില്ല കേട്ടോ. ഇന്ന് അവന് ശിവരാത്രിയാണെന്ന് തോന്നുന്നുണ്ട്. മോർണിംഗ് എണീറ്റ ഉടനെ ഞാൻ നോക്കിയത് തന്നെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് കുറച്ചും കൂടി മോർണിംഗ് ആയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ നേരെ എണീറ്റ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയിരുന്നത്. അവരൊരു 7:30ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ. ആ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഭയങ്കര സിമ്പിളാണ്. ഒരു കോഫി, ജ്യൂസ്, പിന്നെ നമ്മൾ എഗ്ഗ് ഉണ്ടാവും, ബ്രെഡ്, അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടേ ഉണ്ടാവുള്ളൂ. കോൺഫ്ലേക്സ് അങ്ങനത്തെ ഒക്കെ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ജ്യൂസ് 2 തരം ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കോഫി നമ്മൾ തന്നെ മേക്ക് ചെയ്യണം. അപ്പോൾ അതായിരുന്നു നമ്മളെ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തത്. ടാനിക്ക് പാൻ കേക്കും മഫിനും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ടാനിനെയും കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാനും. അപ്പോൾ ഞാൻ ടാനിനോട് പറയാണ് വ്യൂ നോക്ക് ടാനി. അപ്പോൾ അവന് വാട്ടർഫാൾസ് എന്നൊക്കെ കണ്ടിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു വരവ് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു വ്യൂവും കൂടിയാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ 4 പേരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നിയത് നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോഴും ഇവരും കൂടി കൂടിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂവും കൂടി, ഈ വ്യൂ കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് പോയി കേട്ടോ. കുറേ നേരം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ഒരു വ്യൂ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് വീട്ടിൽ പോവാണ് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. ഇന്ന് വെതർ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പുറത്തും കാര്യങ്ങളൊന്നും പോണില്ല എന്ന് വെച്ചു. ടാനിക്ക് പുറത്ത് പോണതും ഇങ്ങനെ സ്റ്റേ ചെയ്യണതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ സമ്മറിൽ എപ്പോഴും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട് കേട്ടോ. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് റൂം കംപ്ലീറ്റ് അരിച്ചു പെറുക്കി നോക്കുകയായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കി അവിടെ ഇവിടെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 റൗണ്ട് നോക്കിയിട്ടുണ്ട്. പോരാത്തെ സെമിനെ കൊണ്ടും ഞാൻ നോക്കിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എല്ലാം നോക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്കൗട്ടായി. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ.
ഇനി ഇത് ചെക്കൗട്ട് ആവാനുള്ള കുറച്ച് പ്രൊസീജിയറും കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഇതാ ഇവിടെ ഇങ്ങനെ ടാനിനെ ബോറടിപ്പിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ടാനിന് ഇതാ ഇങ്ങനെയാണ് ഞങ്ങൾ ബോറടി പറ്റിയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളേതായാലും നേരെ വീട്ടിൽ പോവാണ്. ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഉണ്ട്, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റേക്കേഷൻ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോയിലുണ്ട് 2 കഥാപാത്രങ്ങൾ ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടന്നപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആക്കിയിട്ട് എനിക്കൊന്ന് ഇങ്ങനെ എന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടി ഞാൻ ഇട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരിക്കും. ബൈ.